നമ്മുടെ കർത്താവിന്റെ വരവിന് മുൻപേ ഈ ലോകത്തിൽ ഏതെല്ലാം ഓളങ്ങൾ ഉണ്ടാകും എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയതാണ് നാം ചെയ്യുന്നത്. ഇനി ആധ്യാത്മിക ലോകത്തിൽ യേശുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ എന്തെല്ലാം സംഭവവികാസങ്ങൾ ഉണ്ടാകും? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചാൽ യേശുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ആത്മീക ലോകം എപ്രകാരമായിരിക്കും, അഥവാ ക്രൈസ്തവ ലോകം എപ്രകാരമായിരിക്കും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ 7 സഭകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദൂതുകളാണ് വെളിപ്പാട് പുസ്തകം 2-ഉം 3-ഉം അധ്യായങ്ങളിലെ പ്രതിപാദ്യ വിഷയം. എഫെസോസ് തുടങ്ങി ലവോദിക്ക വരെ ഉള്ള 7 സഭകൾ ഇന്നത്തെ ടർക്കിയിൽ, അന്നത്തെ ഏഷ്യ മൈനറിൽ നിലവിലുണ്ടായിരുന്ന 7 ലോക്കൽ ചർച്ചുകളാണത്. ആ 7-ലധികം ചർച്ചുകൾ അന്നുണ്ടായിരുന്നെങ്കിലും ഈ 7 സഭയെ ദൈവം തിരഞ്ഞെടുക്കുവാനുള്ള അതിപ്രാധാന്യമായ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അന്നത്തെ ലോക്കൽ സഭയോടുള്ള ദൈവത്തിന്റെ ദൂത്. 2, സഭായുഗങ്ങളിലെ 7 പീരീഡുകളെ ചിത്രീകരിക്കുവാൻ. 3, ഏതൊരു കാലങ്ങളിലും തന്റെ സഭയോടുള്ള പ്രാദേശികമായ ദൂത്. അതിൽ സഭായുഗത്തിന്റെ പീരീഡ് നമ്മൾ പഠിച്ചാൽ ലവോദിക്ക പീരീഡ് അഥവാ ലവോദിക്ക സഭാകാലം എന്ന് പറയുന്നത് യേശുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഉള്ള സഭാ കാലമാണ്. ആ കാലഘട്ടത്തിൽ ആഗോള വ്യാപകമായ ക്രൈസ്തവ ലോകം എങ്ങനെയായിരിക്കും എന്ന് 1-ാം നൂറ്റാണ്ടിൽ തന്നെ അഥവാ ആത്മീകത്തിന്റെ ആ ഉത്തംഗ ശൃംഖത്തിൽ ഇരിക്കുന്ന സമയങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനമാണ്. വായിക്കും. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശ്വസ്തനും സത്യവാനും സാക്ഷിയായ ദൈവ സൃഷ്ടിയുടെ ആരംഭം ആമീൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതോഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമന്നു കളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കിയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീരുതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നയുടെ ലജ്ജ വെളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയെടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേവു എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ശ്രദ്ധിക്കുക, 1-ാമത്തെ സഭയാകുന്ന എഫെസോസിൽ യേശുവിനെ നാം സഭയ്ക്കുള്ളിൽ കാണുന്നു. 7 പൊൻനിലവിളക്കുകളുടെ മധ്യത്തിൽ അഗ്നിയാലക്കത്തെ കണ്ണോടെ മാറത്ത് പൊൻകച്ച ധരിച്ച് വെള്ളോട്ടിന് സദൃശമായ കാലുകളോടെ തന്റെ ദാസന്മാരാകുന്ന 7 നക്ഷത്രങ്ങളെ വലങ്കരങ്ങളിൽ പിടിച്ച് സഭായുടെ മധ്യത്തിൽ ഉലാവുന്ന യേശുവിനെ നാം കാണുന്നു. എന്നാൽ സഭായുഗത്തിന്റെ അവസാന പീരീഡിനെ പ്രതിനിധാനം ചെയ്യുന്ന ഈ ലവോദിക്ക സഭയിൽ യേശുവിനെ നാം കാണുന്ന പുറത്താണ്. യേശു വാതിൽക്കലിന് മുട്ടുകയാണ്. ഒരിക്കൽ വെള്ളക്കാർ മാത്രം ആരാധിക്കുന്ന ഒരു ആരാധനാലയത്തിൽ യാദൃശികമായിട്ട് കറുത്ത വർഗത്തിൽ ഉള്ള ഒരാൾ ചെല്ലേണ്ടി വന്നു. അയാൾക്കത് അറിഞ്ഞുകൂടായിരുന്നു. വാതിൽക്കാവൽക്കാരൻ പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ള പള്ളിയല്ല, കറുത്തവർക്കുള്ള പള്ളി വേറെയുണ്ട് എന്ന് പറഞ്ഞ് അയാളെ വിട്ടു. അയാൾക്ക് വലിയ ദുഃഖം തോന്നി. ദൈവത്തെ ആരാധിക്കുന്നതിന് പ്രത്യേകം പള്ളികളോ. അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ നടന്നു. എന്നോട് ചോദിച്ചു, നീ എന്താ ഇത്ര കരയുകയും ദുഃഖിക്കുകയും ചെയ്യുന്നത്? അയാൾ പറഞ്ഞു, ഞാൻ വളരെ ജോലി തിരക്കുകളുടെ ഇടയിൽ എന്റെ യേശുവിനെ ഒന്ന് ആരാധിക്കുവാനായിട്ട് വന്നതാണ്. എന്റെ രാജ്യം ഇവിടെയല്ല, ബിസിനസിനോടുള്ള ബന്ധത്തിൽ വന്നു, ആരാധനാലയം കണ്ട് കയറിയതാണ്. പക്ഷെങ്കിൽ വെള്ളക്കാർ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നീ എന്തിനാ കരയുന്നത്? എന്നെ അവർ കയറ്റിയിട്ടില്ലല്ലോ. ഞാനാണ് നീ അന്വേഷിക്കുന്ന സാക്ഷാൽ യേശു ക്രിസ്തു. എന്നെ കയറ്റാത്തിടത്ത് നിന്നെ പിന്നെ അവർ കയറ്റും. വലിയ ആരാധനകൾ നടക്കുന്നെങ്കിലും യേശു ലവോദിക്ക സഭയുടെ പുറത്താണ്. പുറത്തുനിന്ന് വാതിൽക്കൽ മുട്ടുകയാണ്. എൻ പ്രിയനെ പോൽ സുന്ദരനാം വേറെ ആരെയും ഞാൻ കാണുന്നു ഉലകിൽ എന്ന് പാട്ട് പാടുമ്പോഴും കർത്താവ് ഇത് കേട്ടിട്ട് പറയുകയാണ്, എന്നെ ഒന്ന് കേട്ടാമോ അവിടേക്ക്, ഞാനും കൂടെ ആ പാട്ട് കേൾക്കാൻ. ഇവിടെ ഭയങ്കരം തകർത്തടിച്ച പാട്ടാണെങ്കിലും യേശു പുറത്താണ്. പണ്ടൊരിക്കൽ മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായത് ഞാൻ കേട്ടു.
ഗാന്ധിയെ സ്വീകരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരാൾ പോകുകയാണ്. അല്പം പ്രായമുള്ളൊരു മനുഷ്യൻ. പുള്ളി ഇങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഗാന്ധിയോടുള്ള സ്നേഹം കൊണ്ട് ഈ ചപ്പളാങ്കട്ട എടുത്ത് ഇങ്ങനെ ഗാന്ധിക്ക് വേണ്ടിയുള്ള പാട്ടുകൾ പാടുകയാണ്. പാട്ടുപാടി ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അടുത്തിരിക്കുന്നവരുടെയൊക്കെ ഈ തലയിലും ഒക്കെ ഇയാളുടെ ഈ മുറുക്കാന്റെ തുപ്പൽ തെറിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വയസ്സൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, പാട്ട് നല്ലതാണെങ്കിലും കുഞ്ഞെ നീ ഇതൊന്ന് ചവച്ച് തുപ്പി വാ കഴുകിയിട്ട് ആ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഇയാൾക്ക് വീണ്ടും കോപമായി. തനിക്ക് ഗാന്ധിയെ കുറിച്ച് അറിയാടൂ? താൻ ആരാടൂ? ഞാൻ ഇനിയും പാടുപെടൂ എന്ന് പറഞ്ഞ് കാലിപ്പോലെ നെട്ട് വരെ തെറിക്കുന്ന രീതിയിലേ ഇയാൾ പാട്ട് തുടങ്ങി. ഈ വയസ്സനായ മനുഷ്യൻ വീണ്ടും ശാന്തനായി. ട്രെയിൻ നിന്നു. താൻ ഇറങ്ങി. ആൾക്കാരെല്ലാം പൂമാലയുമായിട്ട് ഗാന്ധിയെ സ്വീകരിക്കാൻ വന്നപ്പോൾ നമ്മളെ ചപ്പളാങ്കട്ടക്കാരനും ചാടി നോക്കിയപ്പോൾ തന്നോട് മുൻപ് പറഞ്ഞ ആ കാരണവരാണ് മഹാത്മാഗാന്ധി. യേശുവിന് നമ്മുടെ മധ്യത്തിൽ ഇടമുണ്ടായിരിക്കട്ടെ. ലവോദിക്ക സഭ പറയുന്ന കാര്യം കേൾക്കൂ. ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല. അവന്റെ വേറൊരു ഭാഷ, ഓടാ പോ, നീ ഒന്നും ഇല്ലേലും എന്റെ കാര്യം നടക്കും. ഇതാണ് അവന്റെ തത്വം. അവന് എല്ലാമുണ്ട്. പണ്ടതില്ലായിരുന്നു, പണ്ടെല്ലാം വേണമായിരുന്നു. ഇന്ന് ലവോദിക്ക സഭയുടെ ചിന്ത, എനിക്കെല്ലാം ഉണ്ട്, ഞാൻ സമ്പന്നൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല, ഒന്നിനും മുട്ടില്ല. പക്ഷെ കർത്താവ് നോക്കിയിട്ട് പറയുന്നത് എന്താണ്? നീ അരിഷ്ടനും, നീ കുരുടനും, നീ തുണിയില്ലാത്തവരും ആയിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് ഏറെ തരാം. ലവോദിക്ക സഭയുടെ ഒരു സ്വഭാവം, തന്റെ പരാജയം കാണുവാൻ കഴിയാതെ താൻ കൃപയിലായിരിക്കുന്നു എന്നുള്ള മിഥ്യാബോധത്തിൽ മുൻപോട്ട് നീങ്ങുക എന്നുള്ളതാണ്. ആഗോള വ്യാപകമായ ക്രൈസ്തവ ലോകത്തെ പഠിച്ചു നോക്കൂ. കോളേജുകളുണ്ട്, സ്കൂളുകളുണ്ട്, ആശുപത്രികളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്, സിംഹാസനങ്ങളുണ്ട്. കഴിഞ്ഞ ഏത് കാലങ്ങളെക്കാളും ക്രൈസ്തവ ലോകം സമ്പന്നമാണ്. ഒന്നിനും കുറവില്ല. വെള്ളിയും പൊന്നുമില്ലാത്ത പത്രോസിന്റെ പിൻഗാമികൾക്ക് എല്ലാമായി പോയി. പക്ഷെ യേശു നോക്കുമ്പോൾ ആത്മീകമായി ദരിദ്രരാണ്, കുരുടരാണ്, മുടന്തരാണ്, നഗ്നരാണ്. ആ സത്യം അറിയാതെ തങ്ങൾക്കിതുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിച്ച് കടന്നു പോകുന്നു. പ്രാർത്ഥന എവിടെ? ഉപവാസം എവിടെ? പഴയ വിശ്വാസം എവിടെ? വിശുദ്ധി എവിടെ? സമർപ്പണം എവിടെ? ഉപദേശ ചിന്തകൾ എവിടെ? ത്യാഗം എവിടെ? സുവിശേഷ വേല എവിടെ? അതൊന്നും ചോദിക്കരുത്, മറ്റെല്ലാം. ഇത് കാണുമ്പോൾ ഒരു ആത്മീകൻ ഓർത്തുകൊള്ളണം, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇത് യേശുവിന്റെ വരവിന്റെ അടയാളമാണ്. കർത്താവ് വാതിൽക്കൽ മുട്ടുന്നു. ഇനി അവിടുത്തെ പദപ്രയോഗം ശ്രദ്ധിക്കുക. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. വ്യക്തികളോട് ഇടപെടുന്ന കാലമാണ്, സമൂഹമായിട്ടല്ല, എല്ലാവരോടുമല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, ഒരൊറ്റ വ്യക്തി ഉണ്ടെങ്കിൽ, കുടുംബം മുഴുവൻ വന്നിട്ട് കർത്താവിനെ അറിയാമെന്ന് ആരും ധരിക്കരുത്. ഒന്നാം സ്തോത്രം. ദൈവം വ്യക്തികളോട് ഇടപെടുന്ന കാലമാണ്. ആരെങ്കിലും ഒരാൾ, ആരെങ്കിലും ഒരാൾ, ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടി വന്നിരിക്കുന്നവരിൽ ആരെങ്കിലും ഒരാൾ കർത്താവ് ഹൃദയകവാടത്തിൽ മുട്ടുകയാണ്. എല്ലാവരെയുമല്ല, ഒരു വ്യക്തിയെ, ഒരു വ്യക്തിയെ. 99 അകത്തിട്ട് പൂട്ടിയിട്ടിട്ട് ഒന്നിനു വേണ്ടി നടക്കുന്ന കാലം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്നിനു വേണ്ടി നടക്കുന്ന കാലം. ഒരൊറ്റ വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തി അവനെ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാലം. നീ അവിടെ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദം, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടി അത്താഴം കഴിക്കാം. ഇത് പ്രാതലിന്റെ കാലം കഴിഞ്ഞുപോയി. ഗലീലാക്കടലിന്റെ തീരത്ത് നിന്ന് യേശു വിളിച്ചു പറഞ്ഞു, കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളു. ഉച്ചഭക്ഷണത്തിന്റെ കാലവും കഴിഞ്ഞുപോയി. ഇനി അത്താഴത്തിന്റെ സമയമാണ്. അത്താഴവും കഴിഞ്ഞിട്ട് പിന്നെയും ചാപ്പാട്ടുകാരന്മാരെ നമുക്കധികം കാണാറില്ലേ? അത്താഴം കഴിഞ്ഞ പിന്നെ ഭക്ഷണമൊന്നുമില്ല എന്ന് പറഞ്ഞ ലാസ്റ്റ് ഭക്ഷണമാണിത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിച്ചാൽ രക്ഷപ്പെടാം. അതിനുശേഷം അപ്പത്തിനു വേണ്ടിയുള്ള വിശപ്പല്ല.
വെള്ളത്തിനു വേണ്ടിയുള്ള ദാഹമല്ല, ദൈവത്തിന്റെ വചനത്തിനു വേണ്ടിയുള്ള ദാഹം വിശപ്പും കൊടുക്കുവാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഈ യുഗത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം. അടുത്ത പ്രഭാത സൂര്യന്റെയും അതിനു മുൻപുള്ള ഉദയനക്ഷത്രത്തോടും നാം വളരെ വേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ഇരുളിന്റെ യാമങ്ങളിൽ യേശുവുമായി അത്താഴം കഴിക്കുന്നവർ ഭാഗ്യവാന്മാർ, അതിനുവേണ്ടി ഒരുങ്ങുന്നവർ ഭാഗ്യവാന്മാർ. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഇനി യേശുക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ആത്മീക ലോകത്തിൽ നടമാടുവാൻ പോകുന്ന ചില സംഭവങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്യം നമുക്ക് നോക്കാം. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. യേശുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഭക്തിയുടെ വലിയ വേഷവും ശക്തിയുടെ ത്യജിക്കലും ലോകമെമ്പാടും ദൃശ്യമാകും. വായിക്കാം. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. യേശുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ യുഗാന്ത്യത്തിൽ കണ്ടുവരുന്ന മറ്റൊരു കാര്യം, ഭക്തിയുടെ വേഷം കാണും, അതിന്റെ ശക്തി കാണുകയില്ല. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അന്നത്തെ സാധാരണ വസ്ത്രം ധരിച്ചവരായിരുന്നു. അവർ ശ്ലീഹന്മാരായതുകൊണ്ട് ഒരു പ്രത്യേക വേഷം അവർ ധരിച്ചിരുന്നില്ല. അവർ നേരത്തെ ഏത് വേഷം ധരിച്ചുവോ ആ വേഷം ധരിച്ചു തന്നെയാണ് യേശുവിനെ പ്രസംഗിച്ചത്. അവർക്ക് പ്രത്യേക വേഷവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, അപ്പോസ്തലന്മാരായപ്പോൾ യേശു അവർക്ക് പ്രത്യേക വേഷമൊന്നും കൊടുത്തില്ല. അവർക്ക് ഇരിക്കാൻ സിംഹാസനമോ വെക്കുവാൻ കിരീടമോ പിടിക്കുവാൻ വടിയോ കൊടുത്തില്ല. പക്ഷെങ്കിൽ യേശു അവർക്കൊന്നു കൊടുത്തു. സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരവും പ്രാപിച്ച യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കുന്ന ശക്തിയും പരിശുദ്ധാത്മാവ് അവർ കൊടുത്തു. ആ ശക്തിയുമായിട്ട് അവർ തെരുവീഥികളിൽ കടന്നുപോയി. അവർ പ്രസംഗിച്ചു, അവർ രോഗികളെ സൗഖ്യമാക്കി. അവരിൽ ആ ശക്തി വ്യാപരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അന്ത്യകാലം വരുമ്പോൾ ആ ശക്തിയില്ലാതെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഭക്തിയുടെ വേഷഭൂഷാദികൾ ഉണ്ടാകും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് നമുക്ക് വ്യക്തമായി കാണുവാനായി കഴിയുന്നു. ഇത് കാണുമ്പോൾ ഓർത്തുകൊള്ളണം, യേശു വരാറായി, യേശു വരാറായി, യേശു വരാറായി. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, സത്യവചനങ്ങളെ വിട്ട് ദൈവിക പ്രമാണങ്ങളെ വിട്ട് കള്ളക്കഥകളെ കേൾക്കുവാൻ, കെട്ടുകഥകളെ കേൾക്കുവാൻ മനുഷ്യന് താല്പര്യം തോന്നുന്ന കാലഘട്ടം വരും. വായിക്കാം. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. സത്യത്തിന് ചെവി കൊടുക്കാത്തൊരു കാലം വരും. കെട്ടുകഥ കേൾക്കുവാൻ മനുഷ്യന് കാലം വരും. നോക്കൂ, ഇന്നത്തെ മനുഷ്യനെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ ചെല്ലൂ. ഒരു സ്ഥലത്ത് ചെന്നാൽ, കേരളത്തിൽ ഒരു സ്ഥലത്ത് ചെന്നാൽ ഒരു തേക്കും അതിൽ നിന്ന് തേക്കല പറിക്കുന്നവരെ നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു സമയത്ത് കാണുവാൻ കഴിയും. അവരുടെ വിശ്വാസം ഇത് പൊടിച്ചു കഴിച്ചാൽ രോഗസൗഖ്യം ഉണ്ടാകുമെന്നാണ്. കേരളത്തിന്റെ മറ്റൊരു സ്ഥലത്ത് ചെന്നാൽ നിങ്ങൾക്കൊരു കുളം കാണാം. ആ കുളത്തിൽ വെള്ളം കുടിച്ചാൽ സൗഖ്യം ഉണ്ടാകുമെന്നാണ്. വർഷങ്ങളായിട്ട് ആൾക്കാരിങ്ങനെ കുളിച്ച് സകല ചൊറിയും ചെരങ്ങും അതിൽ വീണ് ഇങ്ങനെ കുഴമ്പ് പോലെ കിടക്കുകയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. ചില സ്ഥലത്ത് ചെന്നാൽ ആൾക്കാർ ഉരുളുന്നു. ചില സ്ഥലത്ത് പലതും മേടിച്ചു വെക്കുന്നു. എന്തെല്ലാം കെട്ടുകഥകൾ, എന്തെല്ലാം കെട്ടുകഥകൾ. തോമസ് അപ്പോസ്തലൻ വന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ തോമസ് അപ്പോസ്തലന്റെ അസ്ഥി വെച്ചിട്ടുണ്ട്. ആണെന്ന് പറയുന്ന അസ്ഥി, അതിന്റെ രേഖകൾ എഴുതിയ ചെറിയ പാമ്പിലേറ്റുകൾക്ക് വലിയ വില. എന്നെ കാണിച്ച ആ സഹോദരനോട് പറഞ്ഞു, ഈ കടലാസ് കഷ്ണത്തിന് ഇത്രയും വിലയോ? പിന്നെ തോമസ് അപ്പോസ്തലന്റെ അസ്ഥിയും വിറ്റ് കാശാക്കുന്ന നിങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ മേടിക്കും. അദ്ദേഹം ഇവിടെ വന്നത് യേശുവിനെ പ്രസംഗിക്കാനായിരുന്നു, തന്റെ അസ്ഥി കാണിച്ചുകൊണ്ട് നടക്കുകയല്ലായിരുന്നു. സ്നേഹിത, നീ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. ക്രൈസ്തവ ലോകം പല കെട്ടുകഥകളിലേക്ക് തിരിഞ്ഞ് ബൈബിളിൽ ഇല്ലാത്തതും അപ്പോസ്തലന്മാർ അനുകരിക്കാത്തതുമായ പല പല ദുരാചാരങ്ങൾ കേൾക്കുവാൻ അവൻ തയ്യാറാണ്. അതിനെവിടെ വരെ യാത്ര ചെയ്യുവാനും, അവൻ എന്ത് മുടക്കുവാനും, എന്ത് ത്യാഗം സഹിക്കാനും അവൻ തയ്യാറാകുന്നു.
എന്നാൽ സത്യത്തിന്റെ വചനം കേൾക്കുവാൻ അവന് മനസ്സില്ല. ഇത് കാണുമ്പോൾ ഓർത്തുകൊള്ളണം, ബൈബിൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സത്യവചനം കേൾക്കുവാൻ ആൾക്കാർ തയ്യാറാകാതെ കെട്ടുകഥകളെ കേൾക്കുവാൻ വരുന്ന കാലം വരും. വലിയ വെള്ളത്തിന്റെ ക്ഷാമം. നോക്കിയപ്പോൾ ഒരു പാമ്പ് നദിയെ അടച്ചു നിൽക്കുന്നു. രാജാവിന്റെ മധ്യസ്ഥയിൽ പ്രശ്നം ഒത്തുതീർപ്പായി. ഒരാളെ ഈ സർപ്പത്തിന്, പാമ്പിന് ഭക്ഷണമായി കൊടുക്കണം. അങ്ങനെ ഓരോരുത്തരായി പോകുകയും ഈ പാമ്പ് ഈ മനുഷ്യനെ ഭക്ഷിക്കുകയും ആ സമയത്ത് മാറിക്കിടക്കുകയും ചെയ്യുമ്പോൾ വെള്ളം ഒഴുകുകയും നാട്ടിൽ പ്രജകൾക്ക് വെള്ളം ലഭിക്കുകയും ചെയ്തു. ഒരിക്കലൊരു യുവാവ് കുതിരപ്പുറത്ത് വരുമ്പോൾ വലിയ ദുഃഖം. എവിടെയും ഒരു പെൺകുട്ടി നടന്നു പോകുന്നു. വിവരം ചോദിച്ചു, നീ എവിടെ പോകുകയാണ്? ഞാൻ രാജാവിന്റെ മകളാണ്. ഞങ്ങളുടെ നാട്ടിൽ വെള്ളം തടയുന്ന വലിയൊരു സർപ്പമുണ്ട്. ഞങ്ങൾ ഓരോരുത്തരായി അതിന് ഭക്ഷണമായിട്ട് പോകും. ഞങ്ങളെ കഴിക്കുമ്പോൾ അത് മാറി കടന്നു പോകും. ഞാനാണ് ഇന്നത്തെ ഇര. നീ എവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം കുന്തം കൊണ്ടതിനെ കുത്തിക്കൊല്ലുന്നു. ഈ കഥ കേരളത്തിൽ വളരെ പ്രചാരമാണ്. എന്നാൽ ബൈബിൾ പറയുന്നത് ഏദൻ തോട്ടത്തിൽ വെച്ച് പാമ്പിന്റെ കാലിന്റെ പരിപാടി തീർന്നു, അത് ഉദരം കൊണ്ട് ഗമിക്കുന്നതാകുമെന്നാണ്. അതിനുശേഷം ഇതിനെങ്ങനെ കാലുണ്ടായി? ചരിത്രത്തിന്റെ ഏടുകളിൽ ഒരിക്കൽ പോലും അങ്ങനൊരു സംഭവം നടന്നതായി നമുക്ക് അറിഞ്ഞുകൂടാ. അതൊരു കെട്ടുകഥയെന്ന് മാത്രമല്ല, വിശ്വസനീയമല്ലാത്ത ഒരു കഥ കൂടിയാണ്. എങ്കിലും അതിന്റെ പിന്നിൽ ക്രൈസ്തവ ലോകം ഓടുന്നു, എന്തും ചിലവഴിക്കാൻ തയ്യാറാകുന്നു. സാക്ഷാൽ ക്രിസ്തുവിന്റെ വചനങ്ങളും അതിന്റെ ഉപദേശങ്ങളും പറഞ്ഞാൽ അതിനെ എതിർക്കുന്നു. ഇത് കാണുമ്പോൾ ഒരു വേദവിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ അത്ഭുതം തോന്നുന്നില്ല. കാരണം ബൈബിൾ പ്രവചിച്ചിരിക്കുന്നു, മനുഷ്യൻ സത്യവചനം കേൾക്കാതെ കെട്ടുകഥകളിലേക്ക് തിരിയുന്ന കാലം വരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസം ദൈവത്തിന്റെ വചനപ്രകാരമാണോ എന്ന് അപഗ്രഹിച്ച് പഠിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. കെട്ടുകഥകളിലേക്ക് തിരിഞ്ഞ് മനുഷ്യൻ നരകത്തിലേക്ക് പോകുമ്പോൾ സത്യവചനത്തെ മുറുകെ പിടിച്ച് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്ന ഒരു വിശ്വാസ ജീവിതം സ്വർഗം എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും തരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കെട്ടുകഥകളിലേക്ക് തിരിയുന്ന കാലം വരും. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 11 വാക്യം. കള്ളപ്രവാചകന്മാരുടെ കാലഘട്ടം വായിക്കും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കള്ളപ്രവാചകന്മാർ വരും, അവർ വന്ന് പലരെയും തെറ്റിക്കും. കള്ളപ്രവാചകന്മാരും അന്തിക്രിസ്തുക്കളും വരും എന്ന് പറഞ്ഞാൽ കള്ളപ്രവാചകനുണ്ട്, കള്ളപ്രവാചകന്മാരുണ്ട്. എതിർ ക്രിസ്തുവുണ്ട്, എതിർ ക്രിസ്തുക്കളുണ്ട്. കള്ളപ്രവാചകൻ മഹോപദ്രവകാലത്തെ വരും, എതിർ ക്രിസ്തുവും മഹോപദ്രവകാലത്തെ വരും. എന്നാൽ എതിർ ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും ഈ സഭായുഗത്തിൽ ഉണ്ടായിരിക്കും. കള്ളപ്രവാചകൻ എന്നുദ്ദേശിക്കുന്നത് ബൈബിളിൽ പറയാത്ത കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നയാൾ, പ്രവചിക്കുന്നയാൾ. എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെതിരായി നിൽക്കുന്നവർ. അവരെല്ലാം എവിടെയുണ്ടോ അവരെല്ലാം ആ കാറ്റഗറിയിൽ പെട്ടതാണ്. ഇന്ന് പല സോക്കോൾ ക്രിസ്തീയ മതങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ അതെല്ലാം കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളുമാണ്. ബൈബിൾ ശരിയായി പഠിപ്പിക്കാത്തവരും ക്രിസ്തുവിനെതിരായി നിൽക്കുന്നതുമെല്ലാം കള്ളപ്രവാചകന്മാരുടെയും കള്ളക്രിസ്തുക്കളുടെയും ഗണത്തിൽ പെട്ടതാണ്. എന്നാൽ നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. യേശു തന്റെ സഭയിൽ ഒന്നാമതായി അപ്പോസ്തലന്മാരെയും രണ്ടാമതായി പ്രവാചകന്മാരെയും നിയമിച്ചിരിക്കുന്നു. സഭായുഗം തീരുന്നതുവരെയും ദൈവത്തിന്റെ സഭയിൽ പ്രവാചകന്മാർ ഉണ്ടായിരിക്കും. സഭായുഗം തീർന്നു കഴിഞ്ഞാലും 2 പ്രവാചകന്മാർ മഹോപദ്രവകാലത്തിൽ പ്രവചിച്ചുകൊണ്ടിരിക്കും. പ്രവചനപരം ഇതുവരെയും നീങ്ങിപ്പോയിട്ടില്ല. ഇപ്പോൾ നീങ്ങിപ്പോയി എന്ന് ബൈബിളിൽ ഒരു വാക്യവുമില്ല. നീങ്ങിപ്പോകും. അത് ഈ യുഗത്തിലും നീങ്ങിപ്പോകുകയില്ല, മഹോപദ്രവകാലത്തിലും നീങ്ങിപ്പോകുകയില്ല. മഹോപദ്രവകാലത്തിലും പ്രവചിക്കുന്ന 2 പേർ വരും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊരിന്ത ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പൗലോസ് കൊരിന്ത ലേഖനം 14 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 14 അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ പൗലോസ് പറയുന്നത് പ്രവചനം തുച്ഛീകരിക്കരുത്, അതിൽ നല്ലത് മുറുകെ പിടിക്കണം എന്നാണ്.
ദൈവം തന്റെ ദൂത് ഒരു സഹോദരിയിലൂടെയോ ഒരു സഹോദരനിലൂടെയോ സംസാരിച്ചെന്നിരിക്കും. ദൈവത്തിനിന്നും പ്രവചന ശുശ്രൂഷയുണ്ട്. അതിനെ ആളിന്റെ വലുപ്പവും നിറവും കണ്ട് തുച്ഛീകരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഒരു വിശുദ്ധനിലൂടെ അശുദ്ധാത്മാവ് വ്യാപരിക്കാം, ഒരു അശുദ്ധനിലൂടെ ശുദ്ധാത്മാവും വ്യാപരിക്കാം. അതുകൊണ്ട് പ്രവചനത്തെ നമ്മൾ ആഴമായി ഒന്ന് പഠിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞ ചിന്തകൾ നിങ്ങൾ സംശയമുണ്ടാക്കുന്നുണ്ടോ? ഒരു ചെറിയ വിശദീകരണം ഞാൻ പറയാം. യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് ധൃതി വെച്ചവരിൽ ഏറ്റവും വിഷം പാമ്പായി നിന്ന ഒരാൾ യഹൂദ പുരോഹിതനായിരുന്ന കയ്യാഫാവായിരുന്നത്. അദ്ദേഹം ദൈവാത്മാവിൽ നടത്തിയൊരു പ്രവചനം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ എല്ലാവർക്കും വേണ്ടി മരിക്കേണ്ടത് ഉചിതമാകുന്നു എന്ന് അദ്ദേഹം പ്രവചിച്ചു. എന്നിട്ട് അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് അദ്ദേഹം ആ വർഷത്തെ മഹാപുരോഹിതനാകയാൽ പ്രവചിച്ചുവെന്നാണ്. കയ്യാഫാവ് എന്ന് പറയുന്ന വിഷപ്പാമ്പ് സാത്താന്യ ആവേശത്താൽ നിറഞ്ഞിരിക്കുന്ന ആ അശുദ്ധൻ ഇപ്പോൾ ശുദ്ധാത്മാവിൽ പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അശുദ്ധനിലും ചിലപ്പോൾ ശുദ്ധാത്മാവ് വ്യാപരിച്ചെന്നിരിക്കാം. മറ്റൊന്ന്, ഈജിപ്തിലെ രാജാവും ഇറാഖിന്റെ പ്രസിഡന്റായിരുന്ന നെബൂഖദ്നേസറും സ്വപ്നങ്ങൾ കണ്ടു. അവരാരും രക്ഷിക്കപ്പെട്ടവരോ സ്നാനപ്പെട്ടവരോ പ്രാർത്ഥനാ വീരന്മാരോ ആയിരുന്നില്ല. അവർ ദൈവാലയം കത്തിച്ചവരും ഒക്കെയായിരുന്നു. പക്ഷെങ്കിൽ അവരിലൂടെ വ്യാപരിച്ച ആത്മാവ് പരിശുദ്ധാത്മാവായിരുന്നു. ഇനി നമ്മൾ കുറെ കൂടെ പുറകോട്ട് വന്നാൽ ബിലയ, ഇസ്രായേൽ ജനത്തിന് മുഴുവൻ ചതിവുകളും തന്ത്രങ്ങളും വെച്ച ബിലയാമിലൂടെ ദൈവം സംസാരിച്ചു. അയാൾ വിശുദ്ധനായിരുന്നില്ല. ആ ജനം തകരുവാനുള്ള, അവരുടെ മധ്യത്തിൽ അശുദ്ധി വ്യാപരിക്കാനുള്ള സകല തന്ത്രങ്ങളും മോവാബ് രാജാവിനോട് പറഞ്ഞിട്ടാണ് അയാൾ കടന്നുപോയത്. അതുകൊണ്ടാണ് നാം ഒരാളെ നമ്മുടെ സഭയിലേക്കോ വീട്ടിലേക്കോ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയിൽ ദൈവാത്മാവ് വ്യാപരിക്കുന്നു എന്നതിലുപരിയായി അയാൾ വിശുദ്ധനാണോ എന്നറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ സഭയും വീടും തകർത്തിട്ടേ അവൻ പോകും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ഏതിനെയും അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം. ശുശ്രൂഷ കൊണ്ട് തിരിച്ചറിയാമെന്നല്ല, വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം. ബിലയാമിലൂടെ ദൈവമാണ് സംസാരിക്കുന്നെങ്കിലും ബിലയാമിനെ പ്രവചന ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ അവൻ പോകുമ്പോൾ ആ സഭ തകർത്തിട്ടേ പോകും. കാരണം അവൻ വിശുദ്ധനല്ല. ഇനി വിശുദ്ധനിലും ദുരാത്മാവ് വ്യാപരിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം പത്രോസ്ലീഹായെ കാണുന്നു. യേശുവിന്റെ അപ്പോസ്തലനായ പത്രോസ് ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് യേശു ഒരു ചോദ്യം ചോദിച്ചു. ദൈവപുത്രനെ കുറിച്ച് ലോകം എന്ത് പറയുന്നു? പലരും പറഞ്ഞ് പല അഭിപ്രായം പറഞ്ഞപ്പോൾ യേശു ഒരു ചോദ്യം വീണ്ടും ആവർത്തിച്ചു. നിങ്ങൾ എന്നെ കുറിച്ച് ആർ എന്ന് പറയുന്നു? ഉടനെ പത്രോസ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശീഹയാണ്. യേശു അതിന് പ്രത്യുത്തരമായി പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു പറയുന്നത്, ബെറിയോനായ ശീമോനെ, നീ ഭാഗ്യവാൻ, ഈ സത്യം ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത്, സ്വർഗത്തിലെ എന്റെ ദൈവമാണ്. നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് നൽകും. ഇതേ പത്രോസിന്റെ അടുത്ത് യേശു അടുത്ത പ്രസംഗം പറഞ്ഞു. മനുഷ്യപുത്രൻ യെരൂശലേമിൽ പോകുകയും മഹാപുരോഹിതന്മാരാലും ജാതികളാലും പിടിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്യേണ്ടതാകുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് യേശുവിനെ ശാസിക്കുന്നു. ഉടനെ യേശു, പോ സാത്താനേ എന്റെ പുറകിൽ, നീ ദൈവത്തിന്റേതല്ല മനുഷ്യരുടെ അത്രയെ അറിയിക്കുന്നു. ഒരു വ്യക്തി ഒരു സ്ഥലത്ത് ദൈവത്തിന്റെയും സാത്താന്റെയും ദൂത് സംസാരിക്കുന്നു. അതുകൊണ്ട് അയാൾ വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് അയാൾ പറയുന്നതെല്ലാം ദൈവാത്മാവായിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് കൊരിന്ത് ലേഖനം 14-ന്റെ അവസാന ഭാഗത്തിൽ എഴുതിയിരിക്കുന്നത്, പ്രവചനം തുച്ഛീകരിക്കരുത്, എല്ലാം ശോധന ചെയ്തത് നല്ലത് മുറുകെ പിടിപ്പീൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാം ശോധന ചെയ്ത് നല്ലത്
മുറുകെ പിടിപ്പീൻ. ജനങ്ങളെ വഞ്ചിക്കുന്ന കള്ളപ്രവാചകന്മാർ ലോകത്തിലുണ്ടായിക്കൊണ്ടിരിക്കും. അതിപ്പോഴുണ്ട്. അത് ലോകമെമ്പാടും നടമാടിക്കൊണ്ടിരിക്കുകയാണ്. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചാൽ ക്രൈസ്തവ ലോകത്തിന് ഉണ്ടാകുവാൻ പോകുന്ന മറ്റൊരു ഭീകരമായ സംഭവത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കാം. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ബോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. വിശ്വാസം ത്യജിക്കുന്ന ഒരു കാലഘട്ടം അടുത്തത്. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായിട്ട് അവർ വിവാഹം വിലക്കുവാൻ കൽപ്പിക്കും. അടുത്തത് സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്വതന്ത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. 2 കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ഒന്ന്, ഭാവി കാലത്ത് ഭൂതാത്മാക്കളുടെ ആവേശത്താൽ സ്വന്തം മനസാക്ഷിക്ക് ചൂടുവെച്ചിട്ട് ദൈവം പറയാത്ത സ്വന്തമായ ഒരു ആത്മീക ലോകം കെട്ടിപ്പടുക്കുക. ദൈവം അംഗീകരിക്കാത്ത ഒരു ആത്മീക ലോകം. അതിലൊന്ന് ചില ഭക്ഷണപാനീയങ്ങൾ വെടിയണം. മറ്റൊന്ന് വിവാഹം കഴിക്കാൻ പാടില്ല, അത് അശുദ്ധമാണ്. ബൈബിൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ദൈവമാണ് വിവാഹ ജീവിതത്തെ അഥവാ കുടുംബ ജീവിതത്തെ ത്തിലേക്ക് പ്രവേശിക്കുവാൻ മനുഷ്യന് അനുവാദം കൊടുത്തത്. അത് പാപമില്ലാതിരുന്ന കാലത്തായിരുന്നു. ദൈവമായിരുന്നു അതിന്റെ കാർമ്മികൻ. ദൈവത്തോട് കൂടി നടന്ന് ദൈവമെടുത്ത ഹാനൂക്കും വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാമും അഹരോന്യ പൗരോഹിത്യത്തിലെ ആദ്യ കണ്ണികളായിരുന്ന അഹരോനും മോശയും അതിന്റെ അവസാനത്തെ കണ്ണിയായിരുന്ന സക്കരിയാവും വിവാഹ ജീവിതം നയിച്ച് മക്കളോടൊന്നിച്ച് ദൈവത്തെ സ്തുതിച്ചവരാണ്. അപ്പോസ്തലന്മാരിൽ പത്രോസ് അപ്പോസ്തലൻ തന്റെ ഭാര്യയോടൊന്നിച്ച് യാത്ര ചെയ്ത് സുവിശേഷ വേല ചെയ്തയാളായിരുന്നു. ദൈവം അത് അംഗീകരിക്കുന്നു. എന്നാൽ ഭാവികാലം വരുമ്പോൾ ബൈബിൾ പറയാത്ത ഒരു പ്രത്യേക ചിന്താസരണി ഉണ്ടാക്കി വിവാഹം വിലക്കുന്നവരും ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ ഇന്ന ഭക്ഷണം കഴിക്കരുതെന്ന് കൽപ്പിക്കുന്നവരുമുണ്ടാകും എന്ന് ബൈബിൾ പറഞ്ഞ പ്രവചനം ക്രൈസ്തവ ലോകത്തിൽ നാം ഇന്ന് കണ്ടുവരുന്നു. ആ പ്രവചനങ്ങൾ നിറവേറിയിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ഓർത്തുകൊള്ളണം, യേശുവിന്റെ വരവ് സമീപിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. നാം ഈ സമയങ്ങളിൽ ശാസ്ത്രീയമായും ആധ്യാത്മികമായും യേശുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ സംഭവിക്കേണ്ട പ്രവചനങ്ങളുടെ ചുരുളുകൾ ദൈവാത്മാവിൽ ഇവിടെ നിവർക്കുകയാണ്. ആകാശത്തിൽ, ഭൂമിയിൽ, കടലിൽ, ക്രൈസ്തവ ലോകങ്ങളിൽ ഉണ്ടാകേണ്ട സംഭവവികാസങ്ങൾ 19 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞത് നമ്മുടെ കണ്ണിന്റെ മുൻപിൽ നമ്മുടെ മുൻപിൽ നിറവേറിയിരിക്കുകയാണ്. ഇനി മാനവ ലോകത്തിലേക്ക് നമുക്ക് തിരിയാം. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നാം പരിശോധിച്ചാൽ മാനവ ലോകത്തിന് ഉണ്ടാകുന്ന ഒരു പ്രത്യേക സ്വഭാവ മാറ്റം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കാം. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുകയും. സ്വന്തം മോഹത്തെ അനുസരിച്ച് പരിഹസിക്കുന്ന പരിഹാസികൾ അന്ത്യകാലത്തുണ്ടാകും. നിങ്ങൾ സുവിശേഷം ചിലരോട് പറഞ്ഞു നോക്കൂ. ചില വീട്ടിലേക്ക് കടന്നു ചെല്ലൂ, ചില സ്ഥലങ്ങളിൽ യോഗം നടത്തൂ, അതിനെ നിശിതമായി പരിഹസിക്കുന്നവരെ നമുക്ക് കാണാം. ഒരു കാലഘട്ടങ്ങളിൽ ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അയാൾ അങ്ങ് പോകുകയുള്ളൂ. ഇന്നതല്ല, അതിനെ വളരെ പുച്ഛമായി പരിഹസിക്കുന്നു. എന്തിനേറെ ചില സ്റ്റേജുകളിൽ പോലും സുവിശേഷ യോഗത്തെ പരിഹസിക്കുന്ന ക്രൈസ്തവ നേതാക്കന്മാരെ നമുക്ക് കാണുവാനായി കഴിയും. പരിഹാസികൾ വർദ്ധിക്കും. എല്ലാ ആത്മീക കാര്യങ്ങളെ, എല്ലാ ശുശ്രൂഷകളെ വെറും പുച്ഛമായി എണ്ണിക്കൊണ്ട് പരിഹസിക്കുന്ന ലോകത്തെ കാണുവാൻ കഴിയും. ഇത് കാണുമ്പോൾ ദൈവമക്കൾ ഓർത്തുകൊള്ളണം, യേശുവിന്റെ വരവിന്റെ അടയാളമായ പ്രവചനം നിറവേറുകയാണ്.
കർത്താവ് വരാറായി എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2 തിമോത്തിയോസ് 3:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ യുഗാന്ത്യത്തിൽ അഥവാ അന്ത്യകാലത്ത് ഭീകരമായ ദുർഘട സമയങ്ങൾ വരുമെന്നും അന്ന് ജനങ്ങളുടെ സ്വഭാവം എപ്രകാരമായിരിക്കുമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കാം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വയസ്നേഹികളും. 1, മനുഷ്യൻ സ്വസ്നേഹിയാകും. അവന്റെ അപ്പനോട് അവന് സ്നേഹമില്ല, അമ്മയോട് അവന് സ്നേഹമില്ല, അവന്റെ ഭാര്യയോട് സ്നേഹമില്ല, സഹോദരങ്ങളോട് സ്നേഹമില്ല. അവനോട് മാത്രമേ അവന് സ്നേഹമുള്ളൂ. അവനോട് മാത്രമേ സ്നേഹമുള്ളൂ. മനുഷ്യൻ സ്വസ്നേഹിയാകും. അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകും. സുകുമാരക്കുറുപ്പും ഭാര്യയും അബുദാബിയിൽ നല്ല ജോലിയുള്ളവരായിരുന്നു. എന്നാൽ പണത്തിന്റെ കൊതി കൊണ്ട് ഒരു ഗർഭിണിയായ ഒരു സഹോദരിയുടെ ഭർത്താവിനെ ദാരുണമായി കൊല്ലുമ്പോൾ അവൻ ആ വിലപിക്കുന്ന സ്ത്രീയെയോ അനാഥമാകുന്ന കുഞ്ഞിനെയോ ആ മനുഷ്യ ജീവിതത്തെ അവന് വിഷയമല്ല, അവന് പണമാണ് വിഷയം. അവൻ സ്വസ്നേഹിയാണ്. മനുഷ്യൻ സ്വസ്നേഹിയാകും. മറ്റാരെക്കുറിച്ചും അവന് വലിയ താല്പര്യമില്ല. അവന്റെ കാര്യം നടക്കണം. അതൊരു പ്രത്യേക സ്പിരിറ്റാണ്. അടുത്തത് ദ്രവ്യാഗ്രഹികളും. അടുത്ത ദ്രവ്യാഗ്രഹം. കഴിഞ്ഞ ഏത് കാലങ്ങളെക്കാളും മനുഷ്യനിൽ ദ്രവ്യാഗ്രഹം വർദ്ധിച്ച കാലമാണ്. തൃപ്തിയാകുകയല്ലോ. പണ്ട് 1000 രൂപ ശമ്പളമുള്ള ഒരു ജോലി കിട്ടിയാൽ മതിയെന്നായിരുന്നു ആഗ്രഹം. ദൈവം ആഗ്രഹം മാനിച്ചിട്ട് അതിന്റെ 10 ഇരട്ടിയല്ല, അതിനേക്കാൾ കൂടുതലാക്കി. അങ്ങനെ ആയപ്പോൾ ഒരു വീടും ഒരു അല്പ സ്ഥലമേ ആഗ്രഹമുണ്ടായിരുന്നു. അതും ദൈവം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ചിന്ത അടുത്ത എസ്റ്റേറ്റും എറണാകുളത്ത് ഒരു ഫാക്ടറി തുടങ്ങാനുള്ള പരിപാടിയുമാണ്. ഇത് എത്ര അങ്ങോട്ട് ആഗ്രഹിച്ചാലും തീരെയല്ല. കർത്താവ് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവൻ പിന്നെയും കുടിക്കും. ഇത് കൂടുന്തോറും ഇവനത് ആഗ്രഹമല്ലാതെ അയ്യോ എനിക്കിത് മതിയെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇത് കൂടുന്തോറും ആഗ്രഹമാണ്. ഒരു കാലത്ത് ഇല്ലാതിരുന്ന കാലത്ത് ഇത്ര ആഗ്രഹമില്ലായിരുന്നു, ഇപ്പോഴങ്ങ് കൂടുക. ചിലർ മരിക്കണമെങ്കിൽ പോലും ഇത് കണ്ടാലേ മരിക്കത്തുള്ളതാണ്. കേരളത്തിലെ എലന്തൂരിൽ ഒരു മനുഷ്യൻ മരിക്കുന്ന രംഗം കണ്ട ഒരു ദൃക്സാക്ഷി എന്നോട് പറഞ്ഞതാ. അപ്പച്ചൻ പുള്ളി പറഞ്ഞു, ഞാൻ ഇതുപോലെ ശോധനീയമായ ഒരു മരണം കണ്ടിട്ടില്ല. താനിങ്ങനെ മരിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ മകൻ അറിയാം. മകൻ ഓടിച്ചെന്ന് അലമാരി തുറന്നുകൊണ്ടു. അന്ന് 20 രൂപ നോട്ടാണ് വലുത്. ആ 20 രൂപ കൊണ്ട് കെട്ടിങ്ങനെ വെച്ചു. ഇതിങ്ങനെ പുള്ളി കാണുകയാണ്. എന്നിട്ട് 2 കെട്ടിങ്ങനെ അങ്ങ് ചാടുകയായിരുന്നു. ആ പണത്തോടുള്ള ആ ദാഹം. ദ്രവ്യാഗ്രഹികൾ വർദ്ധിക്കും. അതൊക്കെ നമ്മളിലും ആ സ്വഭാവം ഇന്നുണ്ട്. അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് അത്. അതിനെന്ത് ചതിവും എന്തടവും ഉപയോഗിച്ചു കളയും. പൈസ ഉണ്ടാക്കാൻ എന്ത് മാർഗവും അവനുപയോഗിച്ചു. ദ്രവ്യാഗ്രഹികൾ വർദ്ധിക്കുന്ന കാലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗയാനയുടെ വനാന്തരങ്ങളിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സുകളെ കൊണ്ടുപോയി കുട്ടികൾക്ക് ജന്മം കൊടുത്ത് അവർക്ക് ഭക്ഷണപാനീയം കൊടുത്ത് അവർ വളരുമ്പോൾ അവരെ കൊന്നവരുടെ ഹൃദയവും കിഡ്നിയും കണ്ണും ഹാർട്ടും വിൽക്കുന്ന അധോലോകമുണ്ടെന്ന് ഉണ്ട്. പണത്തിനു വേണ്ടി എന്തിനേറെ ബോംബെയിൽ കിഡ്നി വ്യാപാരം വർദ്ധിച്ചിരിക്കുകയാണിപ്പോൾ. ഒരുത്തൻ ഒരെണ്ണം വിറ്റ് 30,000 രൂപ കിട്ടി. പിന്നെ 2-3 മാസം കഴിഞ്ഞപ്പോൾ അവൻ ചെന്നു അടുത്തും കൂടെ കൊടുക്കാനായിട്ട്. അവന്റെ ചിന്ത ഇതിങ്ങനെ വരച്ചു കൊടുത്തു, ഇങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ്. ദ്രവ്യാഗ്രഹത്തിന്റെ കൂടുതൽ. അയ്യോ, എന്തിനേറെ പറയുന്നു പിഞ്ചോമന കുഞ്ഞുങ്ങളെ മറ്റു മനുഷ്യർക്ക് വേണ്ടി തട്ടിക്കൊണ്ടുപോകുന്ന രംഗങ്ങൾ ഇന്ന് ദൃശ്യമാണ്. ദ്രവ്യാഗ്രഹം. അടുത്തത് വമ്പ് പറയുന്നവർ. അയ്യോ എന്റെ ദൈവമേ, ചെല്ലുമായിട്ട് നമ്മൾ അങ്ങോട്ട് സംസാരിക്കാൻ ഇരുന്നാൽ ആരൊക്കെയാ? പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇയാളുടെ ചേനാരാണെന്ന് ഇയാൾ പറഞ്ഞു ഫലിപ്പിച്ചു കളയും. വമ്പ് പറയുന്നു.
ആ വമ്പിന്റെ ഭയങ്കരത്വം കാണണമെങ്കിൽ മരണസമയത്ത് പോലും വമ്പ് കാണിച്ചു കളയും. ഏതാ സ്വന്തക്കാർ അപ്പനോ അമ്മയോ ആരേലും മരിച്ച സമയത്ത് പോലും അതിൽ പ്രത്യേകം എഴുതിയിരിക്കും ഇന്നയാള് USA-ലും ഡോക്ടറും എഞ്ചിനീയറും ആയിരുന്നു. അന്നേരം പോലും നാട്ടുകാരറിയാനായിട്ട് ഇയാളെ അല്ലാതെ വേറെ ആരും അറിയുന്നില്ലല്ലോ. അന്നേരം പോലും അറിഞ്ഞോട്ട് 10 പേര്. അല്ലാതെ ഞാൻ ഡോക്ടറാണ് എന്ന് പറഞ്ഞ് നമുക്ക് പത്രത്തിൽ പരസ്യം ചെയ്യാൻ നോക്കുമോ? എന്റെ അവസാനം വമ്പ് പറയും. ക്രിസ്തുവിന്റെ ആ താഴ്മയിലേക്ക് വരുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. പ്രൈസ് ദി ലോർഡ്. വമ്പ് പറയുന്ന ആത്മീയ കാര്യത്തിലാണെങ്കിലും ചെല്ലോട് സംസാരിച്ച ഞാൻ ഒരിക്കലും ഇന്ന് ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിൽ ഒരു യോഗത്തിന് പോയതാണ്. ഒരു സഹോദരി എന്റെ അടുക്കൽ വന്നു. അവരുടെ ശുശ്രൂഷയെ കുറിച്ച് പറയാൻ അവർക്ക് വലിയ താല്പര്യം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ മാറിയിരിക്കുകയാണ്. അവർ വന്നു, പിതാവിന്റെ ദാസനെ ഞാൻ എടുത്ത് പ്രാർത്ഥന കഴിഞ്ഞിട്ടൊക്കെ വന്നതാണെന്ന് പറഞ്ഞു. പുള്ളിക്കാരി വിഷയത്തിലേക്ക് കയറി. മുൻനിരയിലുള്ള ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് അത്ഭുതമായിട്ട് വിടുവിച്ചു. അപ്പോഴേ ഞാൻ ഓർത്ത് ഇവള് മോശമാണല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പുള്ളിക്കാരി പറയാം, പാസ്റ്റർമാരൊക്കെ ഒത്തിരി പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ ഉപദേശിയും പ്രാർത്ഥിച്ചു, ഒന്നും നടന്നില്ല. എനിക്കൊരു പ്രേരണ ഉണ്ടായി പോകാൻ. ഞാൻ ഓർത്ത് എന്റെ ദൈവമേ ഇവിടെ ഇരിക്കുന്ന സഭ പൊളിയുമല്ലോ. പക്ഷെ നമുക്ക് പറയാനൊക്കെ നമ്മൾ ഗസ്റ്റായിട്ട് ചെന്നല്ലേ. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ ദൈവദാസനെ ഞാൻ അങ്ങോട്ട് തൊട്ടപ്പോൾ അതങ്ങ് പോയി. ഏതാ ഈ മുണ്ടിന്തിയിൽ അങ്ങ് പോയി. സംഭവം നടന്നത് ശരിയാണെങ്കിലും ആ കാര്യം എന്നോട് എന്തിനാ ഈ സഹോദരി പറയുന്നു? ഞാൻ ചോദിച്ചാണ്. തനിക്ക് ഈ കൃപയുണ്ടെന്ന് പ്രസംഗിക്കാൻ ചെന്ന ഞാനൊന്ന് അറിയാനായിട്ട് ആ സഹോദരി അവിടെ കാണിച്ച പരവേശം കാണേണ്ടത് തന്നെയാണ്. ഞാൻ ആ സഹോദരിക്ക് ഒരു പേരിട്ടു, മുണ്ടിനീരമ്മാമ്മ. വമ്പ് പറയുന്നവർ നമ്മുടെ ഓരോ വാക്കുകളും ശ്രദ്ധിക്കുന്ന ആ നല്ലവനായ ദൈവത്തിന്റെ സന്നിധിയിൽ അതിശോക്തി കലരുന്ന പദപ്രയോഗങ്ങളെ നമുക്ക് തള്ളിക്കളയാം. വമ്പ് പറയുന്നു. വെറും വമ്പ് അടിക്കുന്നവരുണ്ട്, തമാശനാണെങ്കിലും അടിക്കുന്നവരുണ്ട്. ഞാൻ ഓർക്കുന്നു, പ്രായമുള്ള ഒരു മനുഷ്യനാണ് പുള്ളി. കൂടുതൽ അങ്ങനെ വെടി പറയുന്ന ആളാണ്, എങ്കിലും ഭയങ്കര കാര്യമായിട്ട് ഫലിപ്പിച്ച ആളെ. ഒരു ദിവസം പറയാണ്, ഞങ്ങളിങ്ങനെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഞങ്ങളിങ്ങനെ തുഴഞ്ഞു പോവുകയാണ്. തുഴഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ തൂക്കുമെന്ന് തോന്നി. എന്നാ ചെയ്യാനാ? ഞാൻ പറഞ്ഞു, പൊടിയുള്ളിടത്തൂടെ വിട്ടോളാൻ പറഞ്ഞു. ഞങ്ങളുടെ വള്ളം പൊടിയുള്ളിടത്തൂടെ വിട്ടു. പൊടി അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പം പുറകെ വന്നവർക്ക് ആർക്കും കാണാൻ മേലായിരുന്നു. ഞങ്ങളങ്ങനെ വള്ളം കളിക്ക്. അങ്ങനെ ഭയങ്കര വേന്ദ്രന്മാരായ വെടിയന്മാർ നമുക്ക് ഈ ലോകത്തിൽ കാണാൻ കഴിയും. അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിലൊന്നാണ് വമ്പ് പറയുന്നവർ. അടുത്തത് അഹങ്കാരികൾ. നമുക്കറിയാലോ, അഹങ്കാരികൾ ആർക്കും കീഴ്പ്പെടുകയില്ല. അങ്ങ് ചിലരുടെയൊക്കെ ആ നടപ്പും ഭാവമൊക്കെ കണ്ടാൽ ഈ കപ്പറ് മുഴുവൻ അവരുടെ ആ ചപ്പലിന്റെ ആ ചുവട്ടിൽ വെച്ചോണ്ട് നടക്കുന്നത് നമുക്ക് തോന്നിപ്പോ. അഹങ്കാരം. അടുത്തത് ദൂഷകന്മാർ. ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആരുടെയും ഒരു നുണ പറഞ്ഞില്ലേ അന്ന് ഉറക്കം വരികയാണ്. ചിലപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോഴായിരിക്കും ഓർക്കും, ഇന്ന് ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞില്ല. ഉടനെ ആ കിടന്നുകൊണ്ട് ഫോണെടുത്ത് പറഞ്ഞാണ്. അതൊരു സൈസ് പിശാചാണ്, കുഴപ്പമൊന്നുമില്ല. ഈ പിശാച് പല ടൈപ്പ് പിശാചുണ്ട്. ഈ ദൂഷണം പറയുന്ന, ബൈബിൾ പറയുന്ന തന്റെ ദാസന്മാരെ രാപ്പകൽ അപമാനിക്കുന്ന. അപ്പോൾ സാത്താനാണത്. ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഒരാൾ മറ്റൊരാളുടെ കുറ്റം പറയാൻ അവൻ തയ്യാറാകുന്നെങ്കിൽ ഓർത്തോണം അവൻ പിന്മാറ്റക്കാരനാണ്. സ്വന്തം കുറ്റം പറയാൻ ഒരുത്തൻ തയ്യാറാകുന്നെങ്കിൽ ഓർത്തോണം അവൻ ആത്മീയനാണ്. ഒരു പിന്മാറ്റക്കാരനിൽ ഒരു ബണ്ടിൽ സാത്താനാണുള്ളത്. ഒരു ബണ്ടിൽ എന്ന് പറഞ്ഞ 8 രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അയാളിൽ 1 ഉള്ളായിരുന്നു. കാരണം സാത്താന് പല സ്ഥലത്ത് പോകേണ്ടത് കൊണ്ട് എല്ലാവരും അങ്ങിരിക്കാത്തതുകൊണ്ട് ഒരുത്തൻ. എന്നാൽ ഇവൻ പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ അവനിൽ കമ്പനി ആയിട്ടാണ് പോകുന്നത്. നമ്മളതിനെ വായിക്കുന്നത് തന്നേക്കാൾ ദുഷ്ടതയേറിയ 7, അങ്ങനെ 8 കൂടുന്നതാണ് ഒരു ബണ്ടിൽ. അതാണ് ഒരു പിന്മാറ്റക്കാരനുള്ളത്. അപ്പോൾ ഈ 8 ഓരോ സ്വഭാവമായിരിക്കും. ഒരുത്തിന് നുണ പറയുന്നത്, ഒരുത്തിന് അപമാനം പറയുന്നത്, ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പിന്മാറ്റക്കാരനുമായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവനിൽ വ്യാപരിച്ചുകൊണ്ടിരുന്ന പിശാച് നമ്മളിൽ എഫക്ട് ചെയ്യും, നമ്മുടെ കുഞ്ഞുങ്ങളിൽ എഫക്ട് ചെയ്യും. ഞാൻ ഫോൺ സംസാരിക്കുമ്പോൾ തന്നെ
ഒരു ടിഷ്യൂ ഇങ്ങനെ വെച്ച് സംസാരിക്കുക ഇതിനകത്തൂടെ കയറാതിരിക്കാനായിട്ട്. അല്ലെ നോക്കിയോ, നിങ്ങൾ ഒരു പിന്മാറ്റക്കാരനുമായിട്ട് കുറെ നേരം സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്ത് നോക്കിയോ, അന്ന് എന്തെങ്കിലും തകർച്ച നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിരിക്കും. കാരണം അവന് വ്യാപരിക്കുന്ന ആ പിശാച് അവിടെ ഓൾറെഡി കണക്റ്റഡ് ആയെന്നാണ് എന്റെ അർത്ഥം. അതുകൊണ്ട് ഒരു പിന്മാറ്റക്കാരനെ കാണുമ്പോൾ ഒരു എയ്ഡ്സ് രോഗിയെ കാണുന്നത് പോലെ മാറിക്കോ, എന്നിട്ട് പ്രാർത്ഥിച്ചോണ്ട് അവൻ മടങ്ങി വരാൻ. പക്ഷെ അവനെ അടുപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൂഷണം പറയുന്നവർ, രാപ്പകൽ ദൂഷണം പറയുന്ന ചിലർക്ക് ഈ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല. യോഗത്തിലിരുന്നുറങ്ങും. നുണ പറയാനുള്ള സമയം കൊടുത്താൽ 2 മണിയാണെങ്കിലും നിർത്തുകയല്ല, അതങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. വാക്കുകൾ ഇങ്ങനെ വന്നു. അടുത്തത് അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും. ഇനി അടുത്ത മറ്റൊരു സൈസാണ് അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ. ചില രാജ്യങ്ങളിൽ മക്കളെ പേടിച്ചാണ് അമ്മയപ്പന്മാർ കഴിയുന്നത്. അനങ്ങിയാൽ അവർ ഫോൺ എടുക്കും, പോലീസ് വരും, പിന്നെ ബില്ലടയ്ക്കണം അപ്പനും അമ്മയും. ഇപ്പൊ ഞാൻ വിളിക്കുമെന്നാണ് പറയുന്നത്. എനിക്കൊരു ചെറുപ്പക്കാരനെ അറിയാം. അവനൊരിക്കൽ ഒരു പ്ലാവെ കയറി. അവൻ അമ്മയോട് പറഞ്ഞാൽ ഇപ്പം ചാടും. എന്റെ മോനെ ചാടില്ല, കാശ് കൊണ്ടുപോകാം. എന്റെ മോനെ നാളെ ഇപ്പം ചാടും, കൊണ്ടുപോകാതെ. അങ്ങനെ പറഞ്ഞൊരുത്തിനെ എനിക്കറിയാം. അമ്മയപ്പന്മാരെ അടിക്കുന്നവരുണ്ട്. അയ്യോ പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോടത് ചെയ്യാതിരിപ്പാൻ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാം. ഒരപ്പച്ചനൊരു വീട്ടിൽ മരിച്ചപ്പോൾ അപ്പച്ചന് കഞ്ഞി കൊടുത്തുകൊണ്ടിരുന്ന പട്ടിക്ക് കൊടുക്കുന്ന പോലെ ഒരു പാത്രം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം തൂത്ത് വൃത്തിയാക്കി ചവടക്കുമൊക്കെ വളരെ ഗംഭീരവും ഒക്കെ ആയിരുന്നു. ആൾക്കാരെയൊക്കെ വിളിക്കുന്നതല്ലേ, ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുകയല്ലോ. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം ആ പാത്രം എടുത്ത് മോനെ എടാ അത് പുള്ളിയുടെ മോനോട് പറഞ്ഞു, മോനെ എടാ അതെടുത്ത് പൊട്ടിച്ച് കളഞ്ഞേരെ, ഇനി അത് വെച്ചേക്കണമെന്നോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇരിക്കട്ടെ പപ്പ, ഞാൻ പപ്പായ്ക്ക് തരേണ്ടതല്ലേ ഇതേ, ഇത് പപ്പായ്ക്ക് തരേണ്ടതല്ലേ. നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാം. അന്ത്യകാലത്ത് മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവരുണ്ടാകും. അടുത്തത് നന്ദി കെട്ടവരും അശുദ്ധന്മാരും വാത്സല്യമില്ലാത്തവരും. നന്ദി കെട്ടവർ. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ചിലക്ക് എന്ത് കൊടുത്താലും നന്ദി കാണാതിരിക്കുമ്പോൾ നിരാശപ്പെടരുത്. അങ്ങനെയുള്ളവരുണ്ടാകും. നന്ദി കെട്ടവർ. അടുത്തത് അശുദ്ധന്മാർ. ഇന്നത്തെ അശുദ്ധിയുടെ കാര്യങ്ങൾ പഠിച്ചാൽ പറയാൻ പോലും ലജ്ജാവാഹമായ അശുദ്ധികൾ ലോകമെമ്പാടും നിറവേറിക്കൊണ്ടിരിക്കുക. ഇനി വാത്സല്യമില്ലാത്തവർ. അമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ സ്നേഹം, ഭൂമിയിലെ സ്നേഹം ഒരു മാതൃസ്നേഹമാണ്. എന്നാൽ ഈ ചില അമ്മമാർ കാണിക്കുന്ന രംഗം നമ്മെ ഭയപ്പെടും. പുനലൂരെ തൂക്കുപാലത്തിൽ ഒരു സ്ത്രീ താൻ പ്രസവിച്ച തന്റെ കുഞ്ഞിനെ എറിഞ്ഞു കളയുവാൻ ഓടുകയാണ്. ഇതറിഞ്ഞ ഒരാൾ അതിന്റെ പുറകെ ഓടി. ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു കൊല്ലുന്നതിന് മുൻപേ ആ പുറകെ വന്നയാൾ ആ കുഞ്ഞിനെ പിടിച്ചു. ഇടി ദ്രോഹി, നിനക്ക് ഈ കുഞ്ഞിനെ വേണമെങ്കിൽ ഞാൻ വളർത്താൻ മതി എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ എടുത്തു. ആ കുഞ്ഞു വളർന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ബൈബിൾ സ്കൂളിൽ ആ യുവാവിനെ എനിക്ക് പഠിപ്പിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. ഇന്ന് അദ്ദേഹം ഒരു പാസ്റ്ററാണ്. സ്വന്തം അമ്മ മറന്നാലും മറക്കാത്ത നല്ലൊരു ദൈവം നമ്മുടെ ദൈവമാണ്. ഈ അടുത്ത സമയത്ത് പത്രത്തിൽ കണ്ടൊരു വാർത്ത, ഒരു പിഞ്ചോമന കുഞ്ഞിന്റെ തല മാത്രം, ബാക്കിയെല്ലാം പട്ടി കടിച്ചു കീറി. ഏതോ ഒരു അനാഥാലയത്തിന് മുൻപിൽ വെച്ചിരുന്ന ഒരു പ്രാവൻ കൂട്, ഇരുമ്പഴികളുള്ള ഒരു പ്രാവൻ കൂടിൽ അതിനെ പ്രസവിച്ച തള്ള കൊണ്ടുപോയിട്ടിട്ടു. താഴെ കൂടെ വന്ന പട്ടി ഈ തൂങ്ങിക്കിടക്കുന്ന കാലെ കടിച്ചിങ്ങെടുത്തു. തല മാത്രമുള്ളത് കൊണ്ട് ഈ ഇഴയിൽ ഇങ്ങനെ ഇരുന്നു, ബാക്കിയെല്ലാം പട്ടി തിന്നു. വാത്സല്യമില്ലാത്തവർ, കരുണയില്ലാത്തവർ, ദയയില്ലാത്തവർ ഉണ്ടാകുമെന്നുള്ള ബൈബിളിലെ പ്രവചനം എത്രയോ സത്യമാണ്. നിങ്ങൾ കേൾക്കണമോ? ഒരു സുന്ദരി ഒരു പാർട്ടിക്ക് പോകാൻ നേരത്ത് അവിടെ കുഞ്ഞിനെ എടുക്കുവാൻ ആരുമില്ലാതെ വിളിച്ചിട്ടും ആരെയും കിട്ടാതെ വന്നപ്പോൾ അടുത്തൊരു ഫർണസിലേക്ക് ഇട്ടിട്ട് അവൾ പോവുകയാണ്. ദയയില്ലാത്തവർ, വാത്സല്യമില്ലാത്തവർ. അടുത്ത ഇണങ്ങാത്തവർ. എന്ത് പറഞ്ഞാലും
താഴ്മയായിട്ട് പറഞ്ഞാലും പോലീസുകാരനോട് പറഞ്ഞ പോലെ ഇടത്തുകാല് വെച്ചാലും വലത്തുകാല് വെച്ചാലും പ്രശ്നമാണ്. ഇടത്തുകാല് വെച്ചാൽ നീ നശിപ്പിക്കാനാണോടാ വന്നതെന്ന് പറഞ്ഞ് ഒരെണ്ണം കിട്ടും. വലത്തുകാല് വെച്ചാൽ ഇവിടെ പൊറുക്കാനാണോടാ വന്നെന്ന് പറഞ്ഞൊന്ന് കിട്ടും. നീ ചാടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഞങ്ങളെ മാനിക്കേറാന്ന് പറഞ്ഞ് 2 കിട്ടും. പിന്നെ ഞാൻ എന്ത് ചെയ്യണം സാറേ എന്ന് പറഞ്ഞ പോലെ എന്നാ പറഞ്ഞാലും ഇണങ്ങാത്തവരുണ്ട്. നമ്മൾ സുവിശേഷം ഏത് നിലയിൽ അങ്ങോട്ട് പറഞ്ഞു വയ്ക്കൂ, ഇണങ്ങാത്തവർ. അടുത്തത് ഏഷണിക്കാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അറിയാലോ. ഏഷണി ഒന്നും നമ്മൾ ഇതൊന്നും ആരും ഈ സാധനം ഒന്നും കോളേജിൽ പോയി പഠിക്കണ്ട. പക്ഷെ ഇതെല്ലാം മാസ്റ്റർ ഡിഗ്രിക്ക് പറ്റിയ രീതിയിൽ നമ്മൾ തന്നെ അങ്ങ് ട്രെയിൻ ചെയ്യപ്പെടുക. ഏഷണിയും പിടിപ്പീരും ഒക്കെ എത്ര വിദഗ്ധമാണെന്നറിയാമോ? എന്റെ ഒരു കൂട്ടുകാരന്റെ വിവാഹത്തിന്റെ സംഭവം വളരെ രസകരമാണ്. പക്ഷെ വി എ തോമസ് എന്ന് പറയുന്ന ദേവദാസന്റെ അനിയത്തിയാണ്. അദ്ദേഹം ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നത്. താനൊരു ഈ വിദേശത്ത് എവിടെയുള്ള ഒരു നേഴ്സുമായിട്ടുള്ള വിവാഹം ഉറച്ച് അതിന്റെ കുറെ പണമൊക്കെ കിട്ടി താനൊരു ബാത്റൂമോ എന്തൊക്കെ ഉണ്ടാക്കി വീടുമൊക്കെ ഒന്ന് ചെയ്തു. കല്യാണമൊക്കെ ഉറച്ചു. കല്യാണത്തിന് ഇനി ദിവസങ്ങളേ ഉള്ളൂ. അല്ല, കല്യാണം ഒരു ശനിയാഴ്ച കണ്ട് ഉറക്കുകയും തിങ്കളാഴ്ച കല്യാണവുമാണ്. ബാക്കി കുറെ പണമൊക്കെ കൊടുത്ത് അത്ര ശരിയായി എന്നെയും വന്ന് കല്യാണത്തിന് വിളിച്ചു. ഇതിനിടയ്ക്ക് ഒരു മനുഷ്യൻ പെണ്ണിന്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, എന്നാ കല്യാണം? മോടെ കല്യാണം എന്നാ? അത് ശനിയാഴ്ച ഉറച്ച് തിങ്കളാഴ്ചയാണ്. യോ, ആ മെഴുകുതിരിക്കാരനല്ലേ? അതെ. നല്ലൊരു ചെറുപ്പക്കാരനാട്ടോ, നല്ല പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. 1-2 പ്രാവശ്യവും ചില ലൂസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല. പെണ്ണ് ഇത് കേട്ടു. എന്താ പറഞ്ഞ? അല്ല, ഇപ്പം കുഴപ്പമൊന്നുമില്ല. 1-2 പ്രാവശ്യം ഇളകിയതേ ഉള്ളൂ. ഇപ്പം അത് സൗഖ്യമായി എന്ന് പറഞ്ഞു. ഇപ്പം കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ കൈയുടെ അവിടെ ഒരു ചെറിയ ഈ കുഷ്ഠത്തിന്റെ അത് സ്പ്രെഡ് ചെയ്യുന്ന അല്ലെന്ന് തോന്നും. അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ കൈ ഇങ്ങനെ ഇടുന്നത്. നല്ല സ്വഭാവമാണ് കേട്ടോ. ഇത്ര ആള് ചെയ്തോളൂ. കുറ്റി ഒന്ന് ഇളക്കിയത് സാത്താൻ പറഞ്ഞ പോലെ. ആ കല്യാണം നടന്നില്ല. ഏഷണിക്ക സാത്താൻ ഒരാളുമായിട്ട് ഒരിക്കലും ഒരു സ്ഥലത്ത് പോയി. യോഗ സമയത്ത് അവന് കയറാനൊക്കെയല്ലോ. തിരിച്ചു വന്നപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് ഇടിച്ചു കിടക്കുന്നു. 2-3 പേര് ചത്ത് കിടക്കുന്നു. ഭയങ്കര ജനക്കൂട്ടം. അപ്പോൾ സാത്താനോട് ഇയാൾ ചോദിച്ചു, എടോ താൻ കുഴപ്പം വല്ലതും ഉണ്ടാക്കി? ഞാനൊന്നും ഉണ്ടാക്കില്ല, ഞാൻ ആ കുറ്റി ഒന്ന് ഇളക്കിയുള്ളൂ. എന്നാ കുറ്റിയാ? അവിടെ ഒരു കന്നുകാലിയെ ഒരു കുറ്റി കെട്ടിയിരുന്നു. ഇവൻ ഇങ്ങനെ ഒത്തിരി നേരം ഇരുന്നപ്പോൾ ഒരു പണി ആലോചിച്ചപ്പോൾ ഒരു പരിപാടി ചെയ്ത് പോയി കുറ്റി ഒന്ന് ഇളക്കി വിട്ടു. ഇതഴിഞ്ഞ് വേറൊരുത്തന്റെ കപ്പക്കാട്ടിൽ കയറി. അവൻ കമ്പും കാലുമായിട്ട് ഇങ്ങോട്ട് ഓടി വന്നു. കന്നുകാലിക്കാരൻ കമ്പും കാലുമായിട്ട് അങ്ങോട്ട്. ഇതെല്ലാം കുടിച്ച് വഴി ചാടി വണ്ടി കയറി ഇടിച്ചു. ഇത്രയേ ഉള്ളൂ. അതാ പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ല, കുറ്റി ഒന്ന് ഇളക്കി വിട്ടു. ഇതുപോലെ അവൻ എത്ര പേരുടെ കുറ്റി ഇളക്കി വെച്ച്. അടുത്തത് അജിതേന്ദ്രിയന്മാർ. അടുത്തത് ഉഗ്രന്മാർ. അടുത്തത് സൽഗുണദേശികൾ. അടുത്തത് ദ്രോഹികൾ. അടുത്തത് രാഷ്ട്രീയക്കാർ. അടുത്തത് നിഗളികളുമായി. ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ്. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിക്കുന്നവരായി ശക്തിയെ ത്യജിക്കുന്ന ഒരു മാനവ ലോകത്തെ ബൈബിൾ പ്രവചിക്കുകയാണ്. അതാണ് നാം കാണുന്നത്. ഇന്നത്ര നിരപരാധികളെയാണ് കൊല്ലുന്നത്. ആർക്കേലും പ്രയാസമുണ്ടോ? ഇന്ന് ഞാൻ ഏതോ ഒരു ന്യൂസിൽ ടിവിയിൽ ഒരു രംഗം കാണുകയുണ്ടായി. തോക്കുമായിട്ട് ഒരു കൂട്ടം ആൾക്കാരെ കാലുകൊണ്ട് ബൂട്ട്സ് കൊണ്ട് ചവിട്ടി കമത്തിക്കിടത്തും. ഇന്ന് ഡൽഹിയിലും നമ്മുടെ ഇന്ത്യൻ പട്ടണങ്ങളിലുമൊക്കെ നടക്കുന്നത് എന്താണ്? മനുഷ്യരെ വെറും പച്ചയ്ക്ക് കൊല്ലുകയാണ്. ഈ ഭീകരരംഗങ്ങൾ കാണുമ്പോൾ ഓർത്തുകൊള്ളണം, ഇതൊന്നും യാദൃശ്ചികങ്ങളല്ല. ആര് നിയന്ത്രിച്ചാലും സാധിക്കുകയില്ല. ഏത് നിയമം കൊണ്ടുവന്നാലും നടക്കുകയില്ല. ബൈബിൾ ഇത് സംഭവിക്കും എന്ന് 1000 വർഷങ്ങൾക്ക് മുൻപേ പ്രവചിച്ച പ്രവചനങ്ങളാണ്. ഇത് സംഭവിക്കുമ്പോൾ ദൈവമക്കൾ തങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വന്നിരിക്കുന്നുവെന്നോർത്ത് തങ്ങളുടെ തലകളെ ഉയർത്തുവാൻ ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37-ാം വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37-ാം വാക്യം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ കാലമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയിരുന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം
ലോത്തിന്റെ കാലം പോലെ, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ കാലമാകും എന്ന് കർത്താവ് പറഞ്ഞു. ലോത്തിന്റെ കാലം നമുക്കറിയാം. പാപം, സ്വതോ, സ്വർഗഭോഗം, ഇന്നത്തെ ഏറ്റവും ആധുനികമായ വഷളത്വം നിറഞ്ഞ പാപം നടമാടിയ ലോകമായിരുന്നു സ്വതോ. അവിടെ എയ്ഡ്സ് ഉണ്ടായിരുന്നെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ അവിടെ അഗ്നി ഇറക്കി ദീർഘവർഷങ്ങൾ ഒരു ജീവജാലങ്ങളും ഉണ്ടാകാതിരിക്കേണ്ടതിന് വേണ്ടി അവിടെ അഗ്നി അയച്ചത്. മറ്റു പല സ്ഥലങ്ങളിലും ദൈവം അങ്ങനെ ചെയ്തിട്ടില്ല. ലോത്തും ലോത്തിയുടെ മക്കളും മരുമക്കളും എല്ലാം തതയുകയായിരുന്നു. അതുപോലെ മനുഷ്യപുത്രന്റെ കാലമാകും. നോഹയുടെ കാലം പോലെ. നോഹയുടെ കാലം അതിനേക്കാൾ അധമമായ ഒരു പ്രത്യേക തലമുറ തന്നെ ഉണ്ടായിപ്പോയി. മല്ലന്മാരുടെ കാലം, ഒരു പ്രത്യേക തലമുറ ആ പാപത്തിന്റെ പരിണിത ഫലമായി ഉണ്ടായി. ദൈവത്തിന് ഭൂലോകത്തെ മുഴുവൻ ഒന്ന് കഴുകേണ്ടത് ആവശ്യമായി തോന്നി. നോഹയുടെ കാലം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാത്തവർ, ഭോഗപ്രിയർ, പരിഹാസികൾ, പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്നവർ, ദൈവത്തെ അംഗീകരിക്കാത്തവരായിരുന്നു. മരാക്കാലത്ത് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു കൊച്ചു കുടുംബം അവിടെ ഉണ്ടായിരുന്നു. ഭൂരിപക്ഷത്തെ നോക്കി നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായി കഴിയുകയില്ല. സമൂഹമെല്ലാം വിശുദ്ധമായിട്ട് നമുക്ക് വിശുദ്ധമാകുവാനും കഴിയുകയില്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൊച്ചു കുടുംബത്തോടൊന്നിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. നാം വായിക്കുന്നത് ദൈവത്തിന് നോഹയോട് കൃപ തോന്നി. ദൈവം നോഹയോട് പറഞ്ഞു, നോഹേ, നീ വേഗം ഒരു പെട്ടകമുണ്ടാക്കണം. ആ പെട്ടകത്തിൽ നീയും ഞാൻ പറയുന്നവരും കയറണം. ഞാൻ ഈ ഭൂലോകത്തെ മുഴുവൻ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കുവാനായി പോകുകയാണ്. ഭൂലോകം മുഴുവൻ ഒരു ജലപ്രളയം ഉണ്ടായി എന്നതിന് ശാസ്ത്രീയമായ പല തെളിവുകളുമുണ്ട്. കുന്നിൻപുറങ്ങളിൽ കാണുന്ന ജലജന്തുക്കളുടെ ഫോസിലിസ്റ്റുകളും ഭൂമിയുടെ തട്ടുകൾക്ക് തന്നെ വന്ന മാറ്റങ്ങളുമൊക്കെ ആഗോള വ്യാപകമായൊരു ജലപ്രളയം ഉണ്ടായി എന്നുള്ള ഒരു സത്യത്തിലേക്ക് നമ്മെ വിരൽ ചൂണ്ടുന്നതാണ്. അർമേനിയയുടെ മലഞ്ചെരിവുകളിൽ നോഹയുടെ പെട്ടകം കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. സോവിയറ്റ് യൂണിയൻ ചിന്നാഭിന്നമായതോടുകൂടി ഇനി അത് പുറത്തുകൊണ്ടുവരുവാനുള്ള സാധ്യത വളരെ വേഗമായി കഴിഞ്ഞിരിക്കുകയാണ്. ആ നോഹയുടെ കാലത്ത് പെട്ടകമുണ്ടാക്കുന്ന വേളയിൽ ജനങ്ങൾ പുച്ഛിച്ച് തള്ളിക്കാണും. മരം വെട്ടുകാരൻ കളിയാക്കി കാണും. ചുമട്ടുകാരനും അറുപ്പുകാരനും പരിഹസിച്ച് കാണും. പെയിന്റ് അടിച്ചവനും കീല് തേച്ചവനും എല്ലാം കളിയാക്കി കാണും. നോഹ വല്യപ്പൻ പെട്ടകം പടും. മഴ പെയ്യാത്ത കാലം, വെള്ളമില്ലാത്ത ലോകം, വലിയ ജലപ്രളയം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആര് കേൾക്കും? ഇതുവരെയും കാണാത്തൊരു കാര്യം, സംഭവിക്കാത്തൊരു കാര്യം, ഭാവനയിൽ പോലും ചിന്തിക്കാത്ത കാര്യം നോഹ പ്രസംഗിച്ചതാണ്. കേട്ടവർ പരിഹസിച്ച് കാണും, തള്ളിക്കളഞ്ഞു കാണും. ചിലർ പറഞ്ഞു കാണും, ഇതെല്ലാം വിട്ടിട്ട് പിന്നെ ഇയാളുടെ തടിക്കൂട്ടിനകത്ത് ഞങ്ങൾ കയറാൻ പോവുകയല്ലേ. പലരും പറഞ്ഞു കാണും. സമയമായി. അവർ പെട്ടകത്തിൽ കയറി. യഹോവ തന്നെ വാതിൽ അടച്ചു. ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കപ്പെട്ടു. ഭൂമിയിലെ ഉറവുകൾ പൊട്ടി തുറന്നു. ഭൂഗോളത്തിലെ എവറസ്റ്റിന്റെ മുകളിലും വെള്ളം ഉയരുകയുണ്ടായി. നീന്തൽ വിദഗ്ധന്മാർ നീന്തിക്കാണും. വൃക്ഷത്തിൽ കയറിയിരുന്നവരും ബഹുനില കെട്ടിടത്തിൽ വലിഞ്ഞു കയറിയവരും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷെങ്കിൽ എല്ലാം തകർന്നു പോയി. എന്നാൽ നോഹയും കുടുംബവും ഹല്ലേലൂയ ഗാനങ്ങൾ പാടി ആ വെള്ളത്തിന് മുകളിലൂടെ കർത്താവിനെ ആരാധിച്ച് കടന്നു പോവുകയാണ്. ഇതുപോലൊരു കാലമായിരിക്കും യേശുവിന്റെ വരവ്. മഹോപദ്രവകാലമാകുന്ന വലിയ ജലപ്രളയത്തിനുള്ളിൽ ഈ ലോകം വെള്ളം കുടിച്ച് വീർപ്പുമുട്ടുന്ന വേളയിൽ, ശ്വാസം മുട്ടുന്ന വേളയിൽ ദൈവത്തിന്റെ സഭ യേശുവിനോടുകൂടെ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. നോഹയുടെ കാലം പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ വരവ്. ലോത്തിന്റെ കാലം പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ വരവ്. ഇനി നാം വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് വേഗം മടങ്ങി വരാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിലും വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനമൊരുക്കുവാൻ പോകുന്നു. ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് പിതാവിന് വാസസ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ പുത്രൻ പ്രത്യേകിച്ചൊരു വാസസ്ഥലം എന്തിനാണ് ഒരുക്കേണ്ടത്?
അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ പിതാവിന് അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു ഭവനം ഒരുക്കാൻ പോകുന്നു. ഞാനൊരു ഭവനം ഒരുക്കിയാൽ അവിടെ ഞാൻ നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളാം. നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ ഭാര്യയോട്, എനിക്ക് ഖത്തറിൽ വീടുണ്ട്, ബോംബെയിൽ ഫ്ലാറ്റ് ഉണ്ട്, എറണാകുളത്ത് 5 നില കെട്ടിടമുണ്ട്, തിരുവനന്തപുരത്ത് ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം എന്റെ പിതാവിന്റെയാണ്. എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി കോട്ടയത്ത് ഒരു വീട് ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ആ സഹോദരി ന്യായമായി ചിന്തിക്കേണ്ട വിഷയം എന്താ? അപ്പനുമായിട്ട് ഉടക്കിയാലും അല്ലെങ്കിൽ അപ്പനുമായിട്ട് എന്തോ ഉടക്കാണ്, അല്ലെങ്കിൽ ഇത്രയും വീടുള്ളപ്പോൾ ഇനി കോട്ടയത്ത് എന്തിനാ വീടുണ്ടാക്കണമെന്നല്ലേ? എന്റെ പിതാവിന് അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? യേശു പറയുന്ന ഉപമകൾ പലതും താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിന് അനുസൃതമായ ചിന്താസരണികളിൽ രൂപം കൊണ്ട ഉപമകളാണ്. അതിലൊന്ന് ഈ യഹൂദന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ ഇത്. യഹൂദന്റെ വിവാഹം അന്ന് അഥവാ ഇന്നേക്ക് 2000 വർഷം മുൻപേ വളരെ രസകരമാണ്. അവരുടെ വിവാഹ ഉറപ്പ് തന്നെ വളരെ രസകരമാണ്. വലിയ ചർച്ചയൊന്നുമില്ല. പെൺകുട്ടിയെ കാണാൻ പോകുന്നത് ഒരു കുപ്പി വീഞ്ഞുമായിട്ടാണ്. അവിടേക്ക് എന്ന് പെണ്ണിനെ ഈ പോയവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു ഗ്ലാസ്സിൽ ഈ വീഞ്ഞ് കൊണ്ടുപോയ വീഞ്ഞ് പകർന്ന് അവൾക്ക് കൊടുക്കുകയാണ്. പെൺകുട്ടിക്കും കൂട്ടർക്കും ചെറുക്കനെ ഇഷ്ടപ്പെട്ടാൽ അവർ അത് വാങ്ങിക്കുടിക്കും. അപ്പോൾ ചെറുക്കൻ കൊടുത്താൽ അവർക്ക് ഇഷ്ടമാണെന്നും പെണ്ണ് വാങ്ങി കുടിച്ചാൽ പെൺകൂട്ടർക്ക് ഇഷ്ടമാണെന്നുമാണ് അർത്ഥം. അല്ല നമ്മുടെ നാട്ടിലെ പോലെ മറിയാമ്മയുടെ പേരെന്നാണെന്ന് ഇങ്ങനെയുള്ള ചോദ്യമൊന്നുമില്ല. യാതൊരു ചോദ്യവും ഇല്ല, പ്രശ്നമില്ല. ഇതാണ്. പക്ഷെങ്കിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ, അതാണ് വിവാഹ നിശ്ചയം. ആ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ വിവാഹം നടക്കണമെങ്കിൽ ഒരു കാര്യമുണ്ട്. എനിക്ക് അടുത്ത പ്ലെയിൻ ടിക്കറ്റ് ഇന്ന ദിവസത്തേക്കുള്ളൂ, അതുകൊണ്ട് ഉടനെ നടത്തണം എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുകയാണ്. അവിടെ നടക്കണമെങ്കിൽ ഈ ചെറുക്കന് ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് സ്വന്തമായൊരു വീട് പോയി ഉണ്ടാക്കണം. അപ്പന് വീടുണ്ടെന്നും പറഞ്ഞ് അവിടെ നടക്കുകയില്ല. താൻ തന്നെ നേരത്തെ വീട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും സമ്മതിക്കുകയില്ല. കാരണം ഇയാൾക്കൊരു വീട് വെക്കാൻ കഴിവുണ്ടോ എന്നുള്ളൊരു ടെസ്റ്റിംഗ് കൂടെയാണ്. അങ്ങനെ ഇയാൾ വീട് വെച്ച് തീർന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ ഈ പെണ്ണിനെ കൊണ്ടുപോകാനൊക്കും. അത് കഴിഞ്ഞ് പിന്നെ എവിടെയും കൊണ്ടുപോകാം, പക്ഷെ അവിടെ കൊണ്ടുപോകാനൊക്കും. അതുകൊണ്ടാണ് യഹൂദന്മാരിൽ ഈ പൊട്ടന്മാര് കുറവായിരിക്കുന്നതിന്റെ ഒരു കാരണം, അപ്പന്റെ കഴിവിനേക്കാൾ കുടുംബക്കാരുടെ കഴിവിനേക്കാൾ മകന്റെ കഴിവാണ് നോക്കുന്നത്. വിവാഹം കഴിക്കുന്ന യുവാവിന് കഴിവുണ്ടോ എന്നുള്ളതാണ്. അതൊരു നല്ല ചിന്തയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരാളൊരു ഉദാഹരണം പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. വിവാഹം കഴിഞ്ഞ ഉടനെ വീട്ടിൽ വന്ന ഉടനെ അപ്പോൾ മുതൽ ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കല്യാണം കഴിച്ചവൻ തട്ടുമ്പറത്തിരിക്കുകയാണ്. അവൻ്റെ ഇത് കഴിഞ്ഞ് കയറി മുകളിൽ കയറി. അപ്പോൾ ഈ അപ്പനും അമ്മയും അമ്മായിയപ്പനും ചെന്ന് പറഞ്ഞു, എന്റെ മോനെ ഇന്ന് നിന്റെ കല്യാണം അല്ലോരുന്നോടാ, ആ പെങ്കൊച്ചിരുന്ന് കരയുന്ന കണ്ടില്ലേ, നീ ചെന്ന് ഒന്ന് ആശ്വസിപ്പിച്ചേ എന്ന് പറഞ്ഞപ്പോൾ ഇവനൊന്ന് ധൈര്യമൊക്കെ പിടിച്ച് ശ്വാസമൊക്കെ പിടിച്ച് മുണ്ടൊക്കെ ഒന്നെടുത്ത് പിന്നെ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞമ്മ നീ എന്തിനാടി കരയുന്നത്? എടി പാളയന്തോടും പഴം പഴിപ്പിക്കാൻ വെച്ചിട്ടുണ്ടടി, ഞാൻ 2 നിനക്ക് തരാവടി. അത് കേട്ടപ്പോൾ അവൾ ഒന്നുകൂടെ നിലവിളിച്ചു. ഇത്തിരി കല്യാണമെന്ന് യഹൂദന്റെ ഇടയ്ക്ക് നടക്കുകയാണ്. അത് ശരിയായ നിലയിൽ ടെസ്റ്റ് ചെയ്തിട്ടേ നടത്തും. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. വിവാഹ വിഷയത്തിൽ ദൈവദാസന്മാരും മാതാപിതാക്കളും ആരെയും ചതിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അത് തലമുറയോട് ചെയ്യുന്ന ദോഷമാകിയാൽ നിനക്ക് സത്യം പറയാൻ കഴിയില്ലെങ്കിലും ഒഴിഞ്ഞേക്കണം. ആരുടെയും ഭാവിയെ തൊലയ്ക്കുവാൻ നാം അറിഞ്ഞുകൊണ്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നവരുടെ പല ദുരന്തങ്ങളും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഞാനതിവിടെ ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ചെറുക്കൻ വീട് വെക്കാൻ പോവുക. അപ്പോൾ കല്യാണത്തിന്റെ ഉത്സാഹത്തില പിന്നെ വീട് വെക്കും. എപ്പോൾ വീട് പണി തീരുമോ അപ്പോൾ കല്യാണം. അതാണ് അവരുടെ കല്യാണം, ഉറപ്പും കല്യാണം തമ്മിലുള്ള ഡ്യൂറേഷൻ. എപ്പോൾ വീട് പണി കഴിയുമോ അപ്പോൾ കല്യാണം. രാത്രിയിലെ കല്യാണം നടക്കും.
വീട് പണിയെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം ഒരു രാജകുമാരന്റെ വേഷത്തിൽ കുതിരപ്പുറത്ത് കയറി ഈ പടയ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കല്യാണം കണ്ടിട്ടുണ്ടോ? ഏതാണ്ട് അതുപോലെ ഇരിക്കും. ഇവരിങ്ങനെ വലിയ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെ വരികയാണ്. വരുന്ന സമയത്ത് ഈ പെൺകുട്ടി ഒരുങ്ങിയിരിക്കണമെന്നാണ്. എപ്പോൾ വരുമെന്ന് അവൾക്ക് അറിയിപ്പുണ്ടായിരിക്കരുത്. ഇവരെല്ലാം അറിയുമെങ്കിലും നിയമപ്രകാരം ഈ പെണ്ണ് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ ഏത് സമയവും മണവാളിന് വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്നാണ്. വീട് പണി തീരുന്ന കാര്യം അവളെ അറിയിക്കരുതെന്നാണ്. അങ്ങനെ ഇവളിങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. ഒരുങ്ങിയിരിക്കുമ്പോൾ മണവാളനും പാർട്ടിയും ഒരു സ്ഥലത്ത് വന്ന് നിൽക്കും. വീട്ടിലോട്ട് ചെന്ന് ചാടി കയറുകയില്ല. എന്നിട്ട് അവിടെ അതിന് വാതുക്കൽ എന്ന് പറയും. ആ സ്ഥലത്ത് നിന്ന് തന്റെ തോഴന്മാരെ വിടും. അവരുടെ ഒരു കാകളമാണ്. അവരാ കാകളം വിളിച്ചു പറയും, മണവാളൻ വരുന്നു, ഒരുങ്ങിക്കൊള്ളുക, മണവാളൻ വരുന്നു, ഒരുങ്ങിക്കൊള്ളുക. ഈ ശബ്ദം കേൾക്കുമ്പോൾ മണവാട്ടി ഒരുങ്ങി മൂടുപടമെല്ലാം ഇട്ട് അവൾ ഇറങ്ങി വരികയാണ്. അവളുടെ തോഴിമാർ കാണും. അവരുടെ കയ്യിൽ വിളക്കുകൾ കാണും. കത്തിച്ച വിളക്കുകളുമായിട്ട് മണവാളനെ അവർ എതിരേൽക്കും. മണവാളൻ വന്ന വാഹനത്തിൽ ആ കുതിരപ്പുറത്ത് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് അവളെയും കയറ്റിയിട്ട് അവർ പണിത വീട്ടിലേക്ക് കടന്നു പോകും. ഈ പശ്ചാത്തലം അറിയാവുന്ന ജനത്തോട് യേശു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വീടൊരുക്കുവാൻ പോകും. പ്രൈസ് ദി ലോർഡ്. ആ വീടൊരുങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വരും. പ്രൈസ് ദി ലോർഡ്. വിവാഹ നിശ്ചയം ചെയ്ത ചെറുക്കൻ വീണ്ടും ആ വീട്ടിൽ വന്നാണ് വിവാഹ നിശ്ചയം ചെയ്തത്. പക്ഷെങ്കിൽ വിവാഹം കഴിക്കാൻ ആ വീട്ടിൽ വരാതെ വഴിയിൽ വരുന്നത് പോലെ ഇനി കർത്താവ് നമ്മളെ വിവാഹം കഴിക്കുവാനായിട്ട് ആകാശത്തിൽ ഇറങ്ങി വരും. നാം ഇവിടുന്ന് കർത്താവിനെ എതിരേൽക്കുവാൻ അവിടെ കടന്നില്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. അവർ മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന. എല്ലാവരും കരങ്ങളടിച്ച് പാട്ടുപാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ശ്രോതാവേ, യേശു ഇന്ന് വന്നാൽ താങ്കൾ എടുക്കപ്പെടുമോ? അവന്റെ ശബ്ദം കാതുകളിൽ കേൾക്കുമോ? അവന്റെ മനോഹരമായ രൂപം കാണുവാൻ ഇടയാകുമോ? താങ്കൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? സ്നാനപ്പെട്ടിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? ഓർവാടിൽ വിശുദ്ധി സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ യേശു വന്നാൽ എടുക്കപ്പെടുകയില്ല. ഇതുവരെയും കർത്താവ് വരാത്തത് കൊണ്ട് ഭയപ്പെടേണ്ട. തീരുമാനമെടുക്കുവാൻ, കർത്താവിനെ അനുസരിക്കുവാൻ സമയം മുൻപിലുണ്ട്. അതിനുവേണ്ടി ഈ രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കുമോ? എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കുമോ? ഈ രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? അരുമനാഥനെ സ്വീകരിക്കുമോ?
മുകളിൽ പാപിക്കു വേണ്ടി പിടഞ്ഞു മരിച്ച യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനത്തോടുകൂടി പോകുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്ക് ശേഷം സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മുൻപോട്ട് കടന്നു വരാവുന്നതാണ്. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ യോഗത്തിന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഹൃദയാംഗമായ നന്ദി. സ്ഥല പരിമിതികളുണ്ടെങ്കിലും നിങ്ങൾ കാണിച്ച സഹിഷ്ണുതയ്ക്ക് നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ യോഗങ്ങളിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.